അത് ഐഡിയ. പറ്റിയ ഒരാളുണ്ട്. കൂട്ടുകാരന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനാ മന്ത്രിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. പുള്ളിക്കറിയാം പിള്ളേര് പുകവലിക്ക്. അതേ കോശിയണ്ണ, കുട്ടികൾ പുകവലിക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. അല്ലേ? അല്ലാന്ന്. വലിയ മഹാപരാധം പോലെയല്ലേ നിങ്ങളൊക്കെ പറഞ്ഞത്. എന്നിട്ട് എന്നെ ഓടാനും സമ്മതിച്ചില്ല. ഓടിയിരുന്നെങ്കിലും ഞാനേ സ്വർണം മേടിച്ചേനെ, അറിയോ? അതിനിയും മേടിക്കാല്ലോ. നമുക്ക് ശ്രമിക്കാന്നേ. കഴിഞ്ഞ തവണ എന്റെ സമയം നല്ലതായിരുന്നു. അണ്ണന് കണ്ടതല്ലേ, ലോക റെക്കോർഡിനേക്കാളും മുന്നേ ഞാനെത്തിയത്. പിന്നല്ലേ അവരെന്നെ പിടിച്ചു പുറത്താക്കിയത്. 2 പുകയും വിട്ടിട്ടല്ലേ നീ ഓടിയത്? ഓർമ്മയുണ്ട്. പിടിച്ച് പുറത്താക്കിയത്. അത് നീ ആക്രമണം തുടങ്ങിയപ്പോഴല്ലേ? കോശിയണ്ണ, അന്നു മുതൽ ഇന്നുവരെ തെക്ക് വടക്ക് നടക്കുക. നിങ്ങളുവാ. എനിക്ക് അവരോട് ചോദിക്കണം. എനിക്ക് ഓടണം. അല്ല, നിന്നോട് ആരാ പറഞ്ഞത് പുകവലിക്കുന്നതൊന്നും കുഴപ്പമില്ലെന്ന്? roundupkerala.com എന്ന മോർണിംഗ് ബ്രേക്ക് ഫാസ്റ്റ് ന്യൂസാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മന്ത്രിയാ പറഞ്ഞത്. കുട്ടികളാകുമ്പോൾ അങ്ങനൊക്കെ ചെയ്യുമെന്ന്. ചേട്ടന് വന്നേ, നമുക്ക് പോയിട്ട് വരാം. എനിക്ക് ഓടണമോ? അതിപ്പോ ഞാൻ വന്നിട്ട് എന്തു ചെയ്യാനാ? നീയാ പാപ്പിയെയും കാക്കപ്പെണ്ണിനെയും ഒക്കെ വിളി. നീ എത്തിയോ? 2 ദിവസമായില്ലോ കണ്ടിട്ട്. ലഹരി തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കൻ 14 വയസ്സേയുള്ളൂ. ഒരാളെ കുത്തിക്കൊന്നു. അവന്റെ വീട്ടുകാരെ കാണാൻ പോയതാ. എന്നിട്ട് നിനക്ക് കേസ് കിട്ടിയാ? ഞാൻ ചോദിക്കാനൊന്നും പോയില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ട് പോന്നു. അല്ല, മണിയന് ഓടി തളർന്ന. മണിയന് ആളെ കൂട്ടാൻ വന്നതാ. പുകവലിക്കുന്നത് അത്ര വലിയ തെറ്റല്ലെന്നാ മണിയനിപ്പോ പറയുന്നത്. ചോദിക്കാൻ പോകാൻ വിളിക്കാൻ വന്നതാ. തകഴിയിലെ ആ തോട്ടിൻകരയിൽ നിന്ന് എക്സൈസിന്റെയും നാട്ടുകാരുടെയും കൈപ്പെടാതെ ഇവൻ നടത്തിയ ഓട്ടം അവസാനിച്ചതേ സെലക്ഷൻ ട്രാക്കിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാ. ഓർമ്മയുണ്ടാ? എന്നിട്ട് അടങ്ങിയോ? ഓടിക്കഴിഞ്ഞ് കണ്ടവന്റെയൊക്കെ മുതുകത്തും കയറി. ആ നേതാവിന്റെ മോനും കൂടി ഉണ്ടായിരുന്നതുകൊണ്ടാ എക്സൈസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയത്. അതുകൊണ്ടാ നീ ഇപ്പോ ഇങ്ങനെ ഓടി നടക്കുന്നത്. നിന്റെ കയ്യിലിരുന്ന കഞ്ചാവ് അവർക്ക് കിട്ടിയിരുന്നെങ്കിലേ നർക്കോട്ടിക് കേസിൽ 10 കൊല്ലം അഴിയെണ്ണാമായിരുന്നു. നിന്നെ പിടിച്ചെങ്കിലും കിട്ടിയേനെ പുകവലിച്ചതിന് 6 മാസം. ഒരു വശത്ത് നേതാവ്, കൂടെ കുറെ മന്ത്രിമാരും, മറുവശത്ത് അവരെ പിടിച്ചുകൊടുത്തവർ. രണ്ടും ഭരണക്കാര്. വടംവലിക്കിടയിൽപ്പെട്ട ആ പാവം CIക്ക് പിടിച്ചവന്റെയൊന്നും മെഡിക്കൽ എടുക്കാൻ പോലും പറ്റിയില്ല. വിധി വന്നപ്പോ വകുപ്പ് മൊത്തം നാറി. നിന്റെ കൂട്ടുകാരൻ CIക്കെതിരെ കൊടുത്തിരിക്കുന്ന മാനനഷ്ടക്കേസേ സീനിയറാ വാദിക്കുന്നത്. CI നഷ്ടപരിഹാരം വീട്ടിന്ന് കൊണ്ടു കൊടുക്കേണ്ടി വരും. നീ ഒരു കാര്യം ചെയ്യ്. നിനക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുന്ന ആരെയെങ്കിലും കണ്ടുപിടിക്ക്. പറയുന്നത് ന്യായമാണെന്ന് പറയുന്ന ആളിന് നല്ല ബോധ്യമുണ്ടെങ്കിലേ കോച്ചിന് വിശ്വാസം വരൂ. നിനക്കു വേണ്ടിയല്ലേ കൂടെ ഞങ്ങളും വന്നു പറഞ്ഞു നോക്കാം. അത് ഐഡിയ. പറ്റിയ ഒരാളുണ്ട്. കൂട്ടുകാരന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനാ മന്ത്രിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. പുള്ളിക്കറിയാം പിള്ളേര് പുകവലിക്ക്.